എ വെരി ഹാപ്പി ന്യൂ ഇയർ ടു വൺ ആൻഡ് ഓൾ. അങ്ങനെ 2024 ആയി. സോ ഇന്ന് 2024ൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ഈ സീൻ ബിൽഡ് ചെയ്തതെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് മോർ ഓഫ് എ ബ്രേക്ക് ഡൗൺ. എൻറ്റയർ സീൻ ഇതിലിപ്പോൾ ബിൽഡ് ചെയ്യില്ല, കാരണം ഒരുപാട് നേരം എടുത്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്തത്. സോ ഈ സീൻ ബിൽഡ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൻ സ്റ്റെപ്സ് ഞാൻ ഈ വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് നമ്മുടെ സീൻ. ഇവിടെ കാണാം ഒരു ലോഡ് പ്രോപ്സ് ഉണ്ട്. ഓക്കെ, ഈ സീൻ ബിൽഡ് ചെയ്യാനായിട്ട് ഒരു ലോഡ് പ്രോപ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്കിംഗ് ഓഫ് ദ സീൻ. ആൻഡ് ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു പിക്ചർ ഉണ്ടാവും, എൻ്റെ സീൻ എങ്ങനെയൊക്കെ ലേ ഔട്ട് ചെയ്ത് കാണണം. അത്തരത്തിലൊരു റഫ് സ്കെച്ച് നമ്മുടെ മൈൻഡിലുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ നമ്മളുടെ ആ മൈൻഡിലുള്ള ആ ഒരു ലേ ഔട്ട് നമ്മൾ 3D വേൾഡിലേക്ക് കൊണ്ടുവരിക. അതാണ് സിമ്പിളി ഗ്രേ ബോക്സിങ് അല്ലെങ്കിൽ ബ്ലോക്കിംഗ് ദ സീൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബ്ലോക്ക് ഔട്ട് ചെയ്തത് സിംപ്ലി ഒരു പ്ലെയിൻ ആഡ് ചെയ്തു. സോ ഞാനിവിടെ അസറ്റ് ബ്രൗസറിന് ഒരു ബേസ് ഹ്യൂമൻ മെഷീനെ ഞാനിവിടെ ബ്ലോക്ക് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ആൻഡ് പുള്ളിക്കാരൻ ഞാനിവിടെ നിർത്തിയിട്ട്, നഗ്നനായി മനുഷ്യനെ ഞാനിവിടെ നിർത്തിയിട്ട് എൻ്റെ എൻവയോൺമെൻറ്റ് ഐ ബി ബ്ലോക്കിംഗ് ഔട്ട് വിത്ത് റെസ്പെക്ട് ടു ഈ മച്ചാൻ. അതായത് ഇയാളുടെ സ്കെയിൽ അനുസരിച്ചിട്ട് ഞാൻ സിംപ്ലി സ്കെയിൽ ദ പ്ലെയിൻ നമുക്ക് എത്ര വേണോ. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് എനിക്കൊരു ഗ്യാരേജ് വേണം, ഒരു ഗ്യാരേജ് ലുക്ക് വേണം. സോ ഞാൻ ഗ്യാരേജ് റെഫറൻസ് കുറച്ച് ഡൗൺലോഡ് ചെയ്തു. അതേപോലെ തന്നെ ട്രെയിലറിലത്തെ കുറച്ച് ഏരിയാസ് ഞാൻ റെഫറൻസ് ചെയ്തു. എന്നിട്ടൊരു സിംപ്ലി ഒരു ഗ്യാരേജ് ബ്ലോക്ക് ഔട്ട് ചെയ്തു. നൗ ഐ എം ബ്ലോക്കിംഗ് ഔട്ട് ദി റെസ്റ്റ് ഓഫ് ദ സീൻ. ഇതേപോലെ ക്യൂബ്സും ഇവിടെ ഇപ്പോൾ ഞാനൊരു ക്യൂബിനെ ആഡ് ചെയ്തിട്ട് സിംപ്ലി ഞാനൊരു ഗ്യാരേജിൻ്റെ ഒരു ജസ്റ്റ് ബ്ലോക്ക് ഔട്ട് സീൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഔട്ട് പ്രൈമറി ലുക്ക് ഞാനിവിടെ ആഡ് ചെയ്തു. അപ്പോൾ എൻ്റെ മൈൻഡിലുള്ള ഓരോ ഏരിയാസ് അല്ലെങ്കിൽ ഓരോ ഭാഗങ്ങൾ എനിക്ക് കറക്റ്റ് ഇവിടെ കിട്ടാൻ തുടങ്ങി. ഓക്കെ, ഞാനിത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു ആൻഡ് സ്കെയിൽഡ് ഇറ്റ് ആൻഡ് മെയ്ഡ് എനിക്കൊരു റഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ എൻട്രി പോയിൻറ്റ്. സോ ദിസ് ഇസ് ഹൗ യു ബ്ലോക്ക്. ഇനി ഇതേപോലെ നമുക്ക് റെസ്റ്റ് ഓഫ് ദ ഭാഗം നമുക്കിതേപോലെ ബ്ലോക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. സെയിം അപ്രോച്ചാണ് ഞാൻ മറ്റേ സീനിൽ യൂസ് ചെയ്തത്. ലൈക്ക് ഇവിടെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഇവിടെ ഒരു നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ വേണം. ഇനി ഇതേപോലെ എനിക്കിവിടെ ഒരു എൻട്രി വേണം. സോ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്കെയിൽ അപ്ലൈ ചെയ്തു. ദെൻ ഇവിടെ കേഴ്സർ കൊണ്ടുവന്ന് വെച്ചു. ദെൻ ആഡ് എ ക്യൂബ്. ബൂളിയൻ യൂസ് ചെയ്തിട്ട്, ഓൾവേസ് യൂസ് ബൂളിയൻ വെനെവർ യു ക്യാൻ. കാരണം നമ്മൾക്ക് ഏത് ഷേപ്പ് ഒരു ബ്ലോക്ക് ഔട്ട് ചെയ്യുമ്പോഴും ബൂളിയൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിലുള്ള ഇതേപോലെ ഒരു ഓപ്പണിങ് വേണം. സോ നമുക്ക് പെട്ടെന്ന് ബൂളിയൻ യൂസ് ചെയ്തിട്ട് വിത്തൗട്ട് എനി ലൂപ്പ് കട്ട്സ് നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ ക്യൂബിനൂടെ ആഡ് ചെയ്തു, എനിക്കിവിടെ ഒരു ഓപ്പണിങ് വേണം. സോ റഫായിട്ട് ഞാൻ ഈ ക്യൂബിനെ സെലക്ട് ചെയ്തു, കൺട്രോൾ മൈനസ് കൊടുത്തു. ഓഫ് കോഴ്സ് യു ഹാവ് ടു എനേബിൾ ദി ബൂൾ ടൂൾ ആഡ് ഓൺ. പ്രിഫറൻസിൽ പോയിട്ട് ബൂൾ ടൂൾ ആഡ് ഓൺ എനേബിൾ ചെയ്യുക. സോ ഇങ്ങനെ കട്ടായിട്ട് കിട്ടും. ഇനി ഇതേപോലെ ഇങ്ങനെ ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ, അതായത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊരു ഹോളോ ഷേപ്പ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ദ പ്രോബ്ലം ഈസ് നമ്മുടെ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച മെഷിന് തിക്നെസ് ഇല്ല. ഓക്കെ, 0 തിക്നെസ് ആണ്. അതുകൊണ്ടാണ് ഈ കാണുന്ന ഒരു പ്രോബ്ലം ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. സോ എന്ത് ചെയ്യണം, ആ ടൈമിൽ നമ്മുടെ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച ആ മെഷിനെ ഒന്ന് സോൾഡിഫൈ ചെയ്യണം. വിച്ച് മീൻസ് ആഡ് എ സോൾഡിഫൈ മോഡിഫയർ ആൻഡ് ഓൾവേസ് കീപ് ദി സോൾഡിഫൈ മോഡിഫയർ എബവ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ദി സ്റ്റാക്ക്. ഓക്കെ, കണ്ടോ, ഇപ്പോൾ നമുക്ക് കട്ടായി. ആൻഡ് എഡിറ്റ് മോഡിൽ ചെന്നിട്ട്, ബൈ സെലക്ടിങ് ദി കട്ടർ, എഡിറ്റ് മോഡിൽ ചെന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 വിൻഡോ വേണം. 2 കുറച്ച് വിൻഡോ വേണം. സോ ഷിഫ്റ്റ് ഡി കൊടുത്തു. സിംപ്ലി ഞാൻ ആ വിൻഡോ ഇവിടെ ബ്ലോക്ക് ചെയ്തെടുത്തു. ഭയങ്കര എക്സ്ട്രാ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എനിക്കിപ്പോൾ റഫായിട്ട് ഈ 2 ഏരിയയിൽ ലൈറ്റ് കിട്ടണം. ഓക്കെ, സോ ഞാനിവിടെ ഇതേപോലെ വിൻഡോ ബ്ലോക്ക് ചെയ്തു. സെയിം ഈ ഒരു ഏരിയയിലും ഞാനൊരു വിൻഡോനെ ബ്ലോക്ക് ചെയ്തു. നൗ എൻ്റെ മൈൻഡിലുള്ള ഞാൻ എവിടെയൊക്കെ എന്തൊക്കെ ഒബ്ജക്ട്സ് വേണമെന്നുള്ളത് ഞാനിവിടെ ഇതേപോലെ സിംപ്ലി ബ്ലോക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് ആയിട്ട് മെഗാസ്കാൻ എന്ന് പറയുന്ന ആസറ്റ് ലൈബ്രറിയിൽ നിന്ന് അതിലത്തെ എനിക്ക് വേണ്ട ഒബ്ജക്ട്സൊക്കെ ഞാൻ ഇതിൽ ബിൽഡ് ചെയ്തു. ആൻഡ് മെഗാസ്കാൻ ലൈബ്രറി എന്ന് പറയുന്നത് ടോട്ടലി ഫ്രീ ആണ്. നിങ്ങൾക്ക് എപ്പിക് ഗെയിംസോ അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിന്ന് അൺലിമിറ്റഡ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. കാരണം മോസ്റ്റ് ഓഫ് ദ ഒബ്ജക്ട്സ് ആർ ഫോട്ടോ സ്കാൻസ്, സോ ഹൈലി ഡീറ്റെയിൽഡ് ആണ്. സോ ദിസ് ഇസ് ദ സൈറ്റ് ഞാൻ പറഞ്ഞ മെഗാസ്കാൻ, അതായത് ക്യുക്സൽ ബ്രിഡ്ജ്. ഇത് ബ്രിഡ്ജാണ്. അതായത് നമുക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ, സോഴ്സ് സോഫ്റ്റ്വെയർ, ഡെസ്റ്റിനേഷൻ സോഫ്റ്റ്വെയർ,
നമ്മൾക്കിപ്പോൾ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആക്സസിനെ അതായത് ഹിയർ യു കൻ സീ ദാറ്റ് 3D മോഡൽസ്, അതേപോലെ തന്നെ സർഫസ് വിച്ച് ഈസ് മെറ്റീരിയൽസ്, അതേപോലെ തന്നെ അറ്റ്ലസ്, PNGs എല്ലാം ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടും. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ആക്സസുകളെ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ സോഫ്റ്റ്വെയർസ് ആയ മേ ബി വാട്ട് എവർ സോഫ്റ്റ്വെയർ ദാറ്റ് വി ആർ യൂസിങ്, വെദർ ബ്ലെൻഡർ, മായ, 3ds Max, എനിത്തിങ്, ഓക്കെ, അതിലേക്കൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബ്രിഡ്ജ് യൂസ് ചെയ്തിട്ട് വിത്തിൻ 1 ക്ലിക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് ആസറ്റ്സിനെ മൂവ് ചെയ്യാൻ പറ്റും, ഐ മീൻ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ദ സൈറ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ ബിൽഡ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നോക്കി കാണാം ഫസ്റ്റ് ഫ്ലോർ. സോ ഇവിടെ ഞാൻ പുതിയൊരു ഫ്ലോർ ഉണ്ടാക്കി. ആ ഫ്ലോറിലേക്ക് ഇതേപോലെ കുറച്ച് ആക്സസിനെ ബിൽഡ് ചെയ്തു. ഇതിനൊക്കെ ഒരു ഹ്യൂമൻ സ്കെയിൽ ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു ഡമ്മി ഹ്യൂമൻ സ്കെയിലിനെ, ഞാൻ നേരത്തെ ഒരു ഹ്യൂമൻ സ്കെയിലിനെ ആഡ് ചെയ്തില്ലേ, അതേപോലെ ഒരു ഹ്യൂമൻ സ്കെയിലിനെ കൊടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഫ്ലോർ. സെയിം പ്രിൻസിപ്പിൾ. ആക്സസിനെ ഞാൻ ഇവിടെ ഡമ്മി ആക്സസിനെ ആദ്യം ക്രിയേറ്റ് ചെയ്തു. ദെൻ 1 by 1 ഐ റീപ്ലേസ് ദിസ് ആക്സസ് വിത്ത് ദി ബ്രിഡ്ജ് ആക്സസ്. ഓക്കെ, ഇനി ഇതേപോലെ റൂഫിലും കുറച്ച് ഓബ്ജക്ട്സിനെ, അതായത് നമ്മുടെ ഷീറ്റ് ഉണ്ടാവില്ലേ, ഈ പഴയ ഷീറ്റുകളൊക്കെ, ഈ കാണുന്ന ഈ ഷീറ്റുകൾ ഉണ്ടാവില്ല, നമ്മളിപ്പോൾ ഈ കോളനി അങ്ങനത്തെ ഓരോ ഏരിയയിലൊക്കെ മെയിനായിട്ട് ഇപ്പോൾ ഈ സാധാരണ ഈ സെറ്റ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ കോളനി അല്ലെങ്കിൽ ടു ബി ഗ്രേഡഡ് ഏരിയാസ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ ഏറ്റവും കൂടുതൽ കാണുക ഇങ്ങനത്തെ ഒരു സെറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതേപോലത്തെ ഒരു ഷീറ്റുകൾ കൊണ്ടാണ്, റൈറ്റ്. സോ കുറച്ച് ഇതേപോലെ ഷീറ്റ് ഞാൻ കൊടുത്തിട്ട് മേലെ വെതറി. സോ കുറച്ച് ഷീറ്റ് ഞാൻ മേലോട്ട് കൊടുന്നു. സോ ദിസ് ഇസ് എ റൂഫ്. സോ ഞാനിങ്ങനെ ഓരോ സെക്ഷൻസ്, ഓരോ കളക്ഷൻസ് ആയിട്ട് മാറ്റിയിട്ടുള്ളത്. ബിക്കോസ് നമ്മൾക്കിത് കുറേ എല്ലാ ആക്സസുകളും, കാരണം ഇത് എല്ലാ ഹൈ പോളീസാണ്. സോ ഇതൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഒരു സാധാരണ ലാപ്ടോപ്പ്, ഇതൊരു സാധാരണ ഒരു ലാപ്ടോപ്പാണ്, ഗെയിം ലാപ്ടോപ്പാണ്, വിച്ച് ഇസ് ദി ബേസ് എഡിഷൻ. സോ ഈ ലാപ്ടോപ്പിന് താങ്ങില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കളക്ഷൻസ് ആക്കി മാറ്റി. എന്നിട്ട് ഓരോ കളക്ഷനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാത്ത കളക്ഷൻസിനെ ഹൈഡ് ചെയ്യുക. ഓക്കെ, ഹിയർ യു ക്യാൻ സീ ദോസ് കളക്ഷൻസ്. സോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സിംപ്ലി പ്രോക്സീസിനെ ക്യുക്സൽ ആസസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു, റൈറ്റ്. നൗ ദിസ് ഇസ് ദി ഔട്ട്ഡോർ സീൻ. സോ ഈ കാറുകൾ, ഐ ഡിഡ്ന്റ് മോഡൽ ദീസ് കാർസ്. ഇതൊക്കെ ഞാൻ ഇതേപോലെ ഫ്രീ ആയിട്ടുള്ള നമ്മുടെ CG ട്രേഡർ, അതേപോലെ തന്നെ അങ്ങനത്തെ ഓൺലൈൻ റിസോഴ്സസിൽ നിന്ന്, 3D റിസോഴ്സസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഫ്രീ ഓഫ് കോസ്റ്റ്. ഓക്കെ, ഓഫ് കോഴ്സ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് 0 കോസ്റ്റിൽ ഞാൻ ഇതിന്ന് നമുക്ക് നെറ്റിലടിച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഫ്രീ കാർസ്, 3D മോഡൽ കാർസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാർസ് കിട്ടും. സോ അത്തരത്തിലുള്ള ഒരു കാർസാണിത്. ഓക്കെ, സോ ദിസ് ഇസ് എ മോഡലിംഗ് ഫേസ്. സീൻ ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. സോ നെക്സ്റ്റ് ഈസ് ടെക്സ്ചറിങ് ആൻഡ് ലൈറ്റിംഗ്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്, ഈ കാണുന്ന എല്ലാ മോഡൽസിൻ്റെയും ടെക്സ്ചറിങ് വളരെ സിമ്പിളാണ്. കാരണം ക്യുക്സൽ ആക്സസുകൾ ഓൾറെഡി ടെക്സ്റ്റ് ബേക്ഡ് ആണ്. ഓക്കെ, സോ ടെക്സ്റ്റേഴ്സ് ഓൾറെഡി അതിലുണ്ടാവും. നമുക്ക് വേറെ എക്സ്ട്രാ ടെക്സ്റ്റേഴ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ. കാരണം ഇത് ഫോട്ടോ സ്കാൻസ് ആണ്, ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഫോട്ടോ സ്കാൻസ് ആണ്. സോ ടെക്സ്റ്റേഴ്സ് ഓൾറെഡി അതിൽ ബേക്ഡ് ആണ്. ഓക്കെ, സോ ഞാനിവിടെ റെൻഡേർഡ് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ഡീറ്റെയിലിംഗ് ആണ് ഓരോ ടെക്സ്റ്റേഴ്സും. കാരണം ഇതെല്ലാം ഫോട്ടോ സ്കാൻസ് ആണ്. സോ ഈച്ച് ആൻഡ് എവറി ഒബ്ജക്റ്റ് ഈസ് ഹൈലി ഡീറ്റെയിൽഡ്. നൗ ഈ പ്ലെയിൻ ഞാൻ സിംപ്ലി ഒരു 3D പ്ലെയിൻ ഉണ്ടാക്കിയിട്ട്, നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ ഒരു പ്ലെയിൻ ആഡ് ചെയ്തു. സിമ്പിൾ പ്ലെയിനിലേക്ക് ഞാനൊരു സെയിം ക്യുക്സൽ എന്നൊരു ടെക്സ്ചറിനെ കൊടുന്നു. സിംപ്ലി ഐ പ്ലഗ് ദ ടെക്സ്ചേഴ്സ് ഇൻ ടു ദാറ്റ് പ്ലെയിൻ. കണ്ടോ? സോ ഇതാണ് ആ ടെക്സ്ചർ, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. സോ ഈ ഒരു അപ്രോച്ചാണ് ബാക്കിയുള്ള എല്ലാ ടെക്സ്ചേഴ്സിലും ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നൗ ദ ലൈറ്റിംഗ് പാർട്ട്. ലൈറ്റിംഗ് ആണ് ഒരു സീനിന് ഏറ്റവും കൂടുതൽ എന്താ പറയുക ബിൽഡ് ചെയ്തത്. നമ്മൾ ഒരു ആക്ഷൻ സീനിന് ഹൈപ്പ് കൊടുക്കുന്നത് BGM എന്ന പോലെ ഒരു 3D സീനിനെ ഹൈപ്പ് കൊടുക്കുന്നത് അതിൻ്റെ ലൈറ്റിംഗ് ആണ്. ഓക്കെ, സോ ഞാൻ ഒരു സീൻ എലിവേഷന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് ആൻഡ് മൂഡി ബട്ട് ലൈറ്റ്ലി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു കളർ ടോണാണ് ഞാൻ അതിൽ പിടിച്ചിട്ടുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ മേക്കർ വിച്ച് ഈസ് പ്രശാന്ത് ഏട്ടൻ്റെ മെയിൻ പരിപാടി പറഞ്ഞാൽ ഡാർക്ക് ആൻഡ് ഗ്രിറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ ഒരു OCD പേഴ്സൺ ആണെന്നുള്ളത്. സോ അതേ ഒരു ഡാർക്ക് ആൻഡ് ഗ്രിറ്റി ഹൈലി കോൺട്രാസ്റ്റഡ് ആയിട്ടുള്ള ഒരു കളർ ടോണാണ് ഞാനിപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ ലൈറ്റിംഗ് പാർട്ടിൽ ഞാനിവിടെ ലൈറ്റിനെ എനേബിൾ ചെയ്യാൻ പോവാണ്. സോ ഞാനിവിടെ ലൈറ്റിനെ എനേബിൾ ചെയ്തു. ഞാൻ ക്യാമറ വ്യൂവിലേക്ക് പോയി. സോ ഇതാണ് സീൻ. ഈ സീനിൽ എന്തൊക്കെ തരം ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്, അതായത് ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്. അതേപോലെ വാളിൽ കുറച്ച് ലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, കുറച്ചൊരു ആംബിയൻ ലൈറ്റിന് വേണ്ടിയിട്ട്. ആൻഡ് ഓഫ് കോഴ്സ് ദി മെയിൻ കീ ലൈറ്റ്,
അത് നിഷീത എന്ന് പറയുന്ന സ്കൈ ടെക്സ്റ്റർ. ഞാനിവിടെ വേൾഡ് പ്രോപ്പർട്ടിയിൽ പോയി കഴിഞ്ഞാൽ, ഞാനിവിടെ വേൾഡ് പ്രോപ്പർട്ടിയിൽ വന്നിട്ട് ഹിയർ യു ക്യാൻ സീ ദ നിഷീത സ്കൈ ടെക്സ്റ്റർ. ഇത് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, മുന്നേത്തെ ട്യൂട്ടോറിയൽസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് സ്കൈ ടെക്സ്റ്റേഴ്സ് ഓർ ലൈറ്റിംഗ് സിസ്റ്റം ഇൻ ബ്ലെൻഡർ. കാരണം അത് അത്രയും ഹെവിലി ഡീറ്റെയിൽഡും അക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഒരു എൻവയൺമെൻറ്റ് ലൈറ്റിങ്ങിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നിഷിത സ്കൈ ടെക്സ്റ്റർ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ എൻ്റെ മെയിൻ കീ ലൈറ്റിംഗ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. സോ ദീസ് ആർ ദി പാരാമീറ്റേഴ്സ്. ഓൾസോ ഇതിൻ്റെ പുറമെ ഒരുപാട് സെക്കൻഡറി ലൈറ്റിങ്ങും ആംബിയൻ ലൈറ്റിങ്ങും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ദം. ഇനി നമുക്ക് മെയിൻ അതായത് മെയിൻ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ടെക്സ്റ്റുകളാണ്. ആൻഡ് ദീസ് ആർ ദ മെയിൻ ടെക്സ്റ്റ്. നൗ ഈ ടെക്സ്റ്റുകൾക്കെല്ലാം ടെക്സ്ചറിങ്ങും ലൈറ്റിങ്ങും സെപ്പറേറ്റ് ആണ്. നൗ സലാർ എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെയും അതേപോലെ തന്നെ ഈ സബ് ഹെഡിങ് പാർട്ട് 1 സീസ് ഫയർ എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റ്, ഇത് എങ്ങനെ ബിൽഡ് ചെയ്തു എന്നുള്ള വീഡിയോ ഞാൻ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഞാൻ എക്സാക്ട്ലി പറയുന്നുണ്ട്. സോ ഹിയർ യു ക്യാൻ വാച്ച് ദാറ്റ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഞാനിതിൽ ലൈറ്റിങ്ങിനാണ് മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ നിഷിത സ്കൈ ടെക്സ്റ്ററിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ്, അതേപോലെ തന്നെ സെപ്പറേറ്റ് ആംബിയൻ ലൈറ്റ്സ് ആൻഡ് ഓഫ് കോഴ്സ് ലൈറ്റ് ലിങ്കിങ് ഫീച്ചർ. മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ലിങ്കിങ് ഫീച്ചറാണ്, ബ്ലെൻഡറിൻ്റെ ലൈറ്റ് ലിങ്കിങ് ഫീച്ചർ. ഞാനിതിൻ്റെ ഒരു ലോക്കി എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ, ലോക്കി പ്രോപ്പ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹൗ ടു യൂസ് ബ്ലെൻഡർ 4.0's ലൈറ്റ് ലിങ്കിങ് ഫീച്ചർ എന്നുള്ളത്. സോ വാച്ച് ദാറ്റ്. ഞാൻ സിംപ്ലി ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ, ഒരു ലൈറ്റ് ഒരു ഒബ്ജക്റ്റിനെ എവിടെയൊക്കെ എഫക്റ്റ് ചെയ്യാം എന്നതാണ് ലൈറ്റ് ലിങ്കിങ് കൊണ്ട് സിമ്പിളായിട്ട് പറഞ്ഞാൽ. നോ ഫോർ എക്സാമ്പിൾ, ഈ ഒരു ഏരിയ ലൈറ്റ് എനിക്ക് ലൈറ്റ് ലിങ്കിങ് ഫീച്ചർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഏരിയ ലൈറ്റിനെ സെലക്ട് ചെയ്തിട്ട് നേരെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ വന്ന് ഇവിടെ നോക്കിയാൽ കാണാം ലൈറ്റ് ലിങ്കിങ് ആൻഡ് ഷാഡോ ലിങ്കിങ്. ലൈറ്റ് ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഒബ്ജക്റ്റ് ഈ പെർട്ടിക്കുലർ ലൈറ്റിനെ എഫക്റ്റ് ചെയ്യണം, ഷാഡോ ലിങ്കിങ് ഏതൊക്കെ ഷാഡോസ് എഫക്റ്റ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഒരുപാട് ഈ കളക്ഷൻ ഫുൾ ലൈറ്റാണ്. സോ ഇഫ് യു ആസ്ക് മീ എന്തിന് അത്രയും ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു സീനിൽ ഒരു പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട്, ഒരു ഫിലിം മേക്കിംഗ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് ക്യാമറയിൽ എന്താണോ നന്നായിട്ട് കാണുന്നത്, ഇഫ് ഇറ്റ് ലുക്ക് ഗുഡ്സ് ഓൺ ദി ക്യാമറ, അത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. കാരണം ക്യാമറയിലാണല്ലോ നമ്മളെല്ലാം കാണുന്നത്. സോ ക്യാമറയിൽ ഇഫ് ദ സീൻ ലുക്സ് ബ്യൂട്ടിഫുൾ, ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഓൺലി മാറ്റർ. ഓക്കെ, സോ ഈ കാണുന്ന സെലക്ട് ചെയ്ത എല്ലാ പോർഷൻസും കണ്ടു ഒക്കെ ഓരോ ലൈറ്റ്സുകളാണ്. ഏരിയ ലൈറ്റുകളുണ്ട്, അതേപോലെ തന്നെ സ്പോട്ട് ലൈറ്റുകളുണ്ട്, സണ്ണുണ്ട്. ഹിയർ യു ക്യാൻ സീ ദി സൺ. സോ ഇതെല്ലാം ഓരോ ഒബ്ജക്റ്റിനെയും ഞാൻ ഇതേപോലെ ലൈറ്റ് ലിങ്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ഒബ്ജക്റ്റിനെ ഏതൊക്കെ ലൈറ്റ് എഫക്റ്റ് ചെയ്യണം എന്നുള്ളത് ലൈറ്റ് ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഈ കാണുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ ടു യൂസ് ഇറ്റ്. സോ ഞാൻ ഏതൊക്കെ ലൈറ്റ് ഏതൊക്കെ ഒബ്ജക്റ്റിനെ എഫക്റ്റ് ചെയ്യണം എന്നുള്ളത് ഈ ലൈറ്റ് ലിങ്ക് ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഞാൻ ചെയ്തത് ആനിമേഷനാണ്, വിച്ച് ഇസ് എ സിമ്പിൾ ആനിമേഷൻ. സോ എൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്ന ക്യാമറ ആനിമേഷൻ ഒരു ചെറിയൊരു ഡോളി ഇൻ അല്ലെങ്കിൽ പുഷ് ഇൻ എന്ന് പറയുന്ന ഓർ പുഷ് ഔട്ട് എന്ന് പറയുന്ന ആ ഒരു മൂവ്മെൻറ്റ്. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റിൽ ഇൻക്ലൂഡിങ് ഒരു സ്ലൈറ്റ്ലി ഡച്ച് ആംഗിൾ യൂസ് ചെയ്തിട്ട് ഒരു റൊട്ടേഷൻ, ഓക്കെ, ഒരു 180 ഡിഗ്രി റൊട്ടേഷൻ, അതാണ് എൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്നത്. സോ ഞാൻ ഈ ഒരു ക്യാമറ റിഗ് ആഡ് ചെയ്തു. ഓക്കെ, ഇത് ഈ റിഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ബ്ലെൻഡറിലുണ്ട്. പ്രിഫറൻസിൽ പോയിട്ട് ആഡ് ഓൺസിൽ ക്യാമറ റിഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിഗ് കിട്ടും. ഓക്കെ, സോ ജസ്റ്റ് ലൈക്ക് ക്യാമറ റിഗ്, ഡോളി റിഗ്, അതേപോലെ ക്രെയിൻ റിഗ്. ഓക്കെ, ഞാനിവിടെ ഡോളി റിഗാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ടോട്ടൽ കീ ഫ്രെയിംസ് ഞാനിവിടെ 930 കൊടുത്തു വിത്ത് 30 FPS. ഓക്കെ, സോ ഫസ്റ്റ് കീ ഫ്രെയിം ഞാനിങ്ങനെ ഡച്ച് ആംഗിളിൽ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോർ ഞാൻ നേരെ താഴെ കൊടുന്ന് വെച്ചു. ഓക്കെ, വിത്ത് ഡച്ച് ആംഗിൾ. എന്നിട്ട് ഇവിടെ കീ ഫ്രെയിമിൽ സിമ്പിൾ ഒരു കീ ഫ്രെയിം ഇവിടെ ഒരു 700 കീ ഫ്രെയിമിലേക്ക് വന്നു, നേരെ ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തു. ആൻഡ് സിമ്പിൾ റൊട്ടേഷനാണ്. സോ ഡച്ച് ആംഗിളിൽ ഇങ്ങനെ നോക്കി, ഇവിടെയാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ ഒരു 700 കീ ഫ്രെയിമിലേക്ക് ഞാൻ എത്തി, നേരെ എന്ത് ചെയ്തു, ഇങ്ങനെ ഡോളി മൂവ്മെൻറ്റ് കൊടുന്നു, ബാക്കിലേക്ക് കൊടുന്നു അലോങ് വിത്ത് ഈ ഒരു റൊട്ടേഷൻ. ഓക്കെ, സോ ദിസ് വാസ് ദ ബേസിക് മൂവ്മെൻറ്റ്. ആൻഡ് വൺസ് ഇറ്റ് ഗോട്ട് ഹിയർ ഞാൻ ഇവിടെ മേലേക്ക് ചെറുതായിട്ട് പുഷ് ചെയ്തു. ഓക്കെ, ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് മാത്രമാണ് ആനിമേഷൻ പാർട്ട് ക്യാമറയുടെ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ആനിമേഷൻ ഈസ് ഫോർ ദ ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റ് റൊട്ടേഷന് വേണ്ടിയിട്ട്, ഈ കാണുന്ന റൊട്ടേഷന് വേണ്ടിയിട്ട്. സോ ഇതെങ്ങനെ അച്ചീവ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് കോൺസ്ട്രെയിൻസ്. സോ പാർട്ട് 1 സീസ് ഫയർ എന്ന് പറയുന്ന ഈ ഒരു ലെറ്റർ
ഞാൻ സെലാറിൻ്റെ ടെക്സ്റ്റ് ആനിമേഷൻ്റെ അതേ ഒരു പരിപാടി തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിട്ടുള്ളത്. എം ടി ആഡ് ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 1 ഒരു എം ടി ആഡ് ചെയ്തു, എന്നിട്ട് റൊട്ടേഷൻ കൊടുത്തു. ഓക്കെ, ദെൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള ലെറ്റേഴ്സിനൊക്കെ ഒരു കൺസ്ട്രെയിൻസ് ആഡ് ചെയ്തു, ലൈക്ക് കോപ്പി റൊട്ടേഷൻ കൺസ്ട്രെയിൻസ്. ആൻഡ് ഈ എം ടീനെ ടാർഗറ്റായിട്ട് കൊടുത്തു, ജസ്റ്റ് റൊട്ടേഷൻ കൊടുത്തു എല്ലാവർക്കും. ആൻഡ് ഓൾസോ എൻ്റെ ഇൻഫ്ലുവൻസിൽ ചില ആൾക്കാർക്ക് കുറച്ച് ഡിലേയും കൊടുത്തു. ഓക്കെ, അത് തന്നെയാണ് ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുള്ളത്. ദെൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഹാമർ, ഇവിടെ കാണാം ഒരു ഹാമർ ഉണ്ട്. ഈ ഹാമർ യൂസ് ചെയ്തിട്ട് ഈ 2ഉം അതേപോലെ തന്നെ ഈ സീസ് ഫയറിനെ ബ്രേക്ക് ചെയ്തിട്ട് ശൗര്യാംഗപരം എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിനെ എനേബിൾ ചെയ്തു. ഓക്കെ, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഹാമർ ചെറിയൊരു ആനിമേഷൻ കൊടുത്തു, ലൈക്ക് ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്വിങ് ചെയ്ത് വരുന്ന ആ ഒരു ആനിമേഷൻ. ഓക്കെ കാണാം, ഈ ഒരു സ്വിങ്ങിങ് ആനിമേഷനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ബട്ട് ദ ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്, എനിക്ക് തോന്നി ഈ ഒരു പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഈ 1നെ തട്ടിക്കളഞ്ഞിട്ട് ഈ 2 ശൗര്യാംഗ പർവ്വതത്തിലത്തെ 2 എന്ന് പറയുന്ന 2 ഇവിടെ എനേബിൾ ആവും. ഓക്കെ, സെയിം ആനിമേഷൻ പ്രിൻസിപ്പിൾ. ദെൻ ഇവിടെ ഈ ക്യാമറ വ്യൂവിൽ വന്നു കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറേൻ്റെ ഇതേ അടുത്ത് കൂടെ സ്വിങ് ചെയ്തിട്ട് ബാക്കിലേക്ക് പോകും. ഓക്കെ, ദെൻ ബാക്കിലേക്ക് പോയ സമയത്ത് ഈ സീസ് ഫയറിനെ തട്ടിക്കളഞ്ഞിട്ട് ആ മൊമെൻറ്റിൽ സെക്കൻഡ് പാർട്ടിൻ്റെ ടൈറ്റിൽ ശൗര്യാംഗ പർവ്വം എന്ന് പറയുന്ന ടൈറ്റിൽ റിവീൽ ആവും. ദാറ്റ്സ് ഇറ്റ്. എഗെയിൻ സെയിം പ്രിൻസിപ്പിൾ, എം ടി ആഡ് ചെയ്തു, ഇവർക്കൊക്കെ കൺസ്ട്രെയിൻസ്, അതായത് കോപ്പി റൊട്ടേഷൻ കൺസ്ട്രെയിൻസ് ആഡ് ചെയ്തു, എല്ലാവർക്കും ചെറിയൊരു ഇൻഫ്ലുവൻസ് ഡിഫറൻസ് കൊടുത്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ ആനിമേഷൻ. ആൻഡ് ഇവിടെ ഒരു മണ്ടത്തരം പറ്റിയത്, ഞാൻ ഈ ട്യൂട്ടോറിയലല്ല, ഈ ഒരു പ്രൊമോ ഉണ്ടാക്കാനായിട്ട് മുന്നേ ഉണ്ടാക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സലാർ റിലീസ് ചെയ്യുന്നതിൻ്റെ ഒരു 3 days മുന്നെയാണ്. അപ്പോൾ എൻ്റെ വിചാരം പാർട്ട് 1 സീസ് ഫയറിനും പാർട്ട് 2 ഓപ്പൺ ഫയർ എന്നാണ്. പക്ഷെ അത്രയും മീനിങ് ഉണ്ടായിരുന്നു സിനിമ കഴിഞ്ഞിട്ട്, അതിൻ്റെ സിനിമേൻ്റെ അവസാനം പാർട്ട് 2 ടൈറ്റിൽ റിവീൽ ചെയ്തപ്പോഴാണ് മണ്ടത്തരം പറ്റിയത്. അപ്പോഴേക്കും ഞാൻ ഇതിന് ഒരു ഫസ്റ്റ് പാർട്ട് റെൻഡർ ചെയ്യാൻ ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്തു, വീണ്ടും വീട്ടിലേക്ക് വന്നിട്ട് ഓക്കെ തെറ്റി തിരുത്തി, അതായത് ശൗര്യാംഗ പർവ്വന്നാക്കി. അതും കഴിഞ്ഞ് ശൗര്യാംഗ എന്ന പെട്ടെന്ന് ഞാൻ ശൗര്യാംഗ എന്നുള്ള ഓക്കെ പകരം എ വെച്ചു. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല. അങ്ങനെ വീണ്ടും റീറെൻഡർ ചെയ്തു, ഈ എ മാറ്റി ഓ ആക്കി. അങ്ങനെ കുറച്ച് പരിപാടികൾ വന്നു. സോ അതുകൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത്. ആൻഡ് ഫൈനലി റെൻഡറിങ് ആസ് ഓൾവേസ്. ഞാനിവിടെ 32 സാമ്പിൾസ് സൈക്കിൾസ് റെൻഡറിങ് ആൻഡ് ഫയൽ പാത്ത് ഞാൻ ബാക്കിയുള്ള ട്യൂട്ടോറിയൽസ് പറഞ്ഞ പോലെ സെയിം പ്രിൻസിപ്പിൾ അത് ആഡ് ചെയ്തു. ആൻഡ് ചെറിയ ഗ്രേഡിങ്ങും അതേപോലെ തന്നെ സൗണ്ട് മിക്സും. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ദിസ് ഈസ് ഹൗ ഐ മെയ്ഡ് ദ ടൈറ്റിൽ പ്രൊമോ ഫോർ സലാർ പാർട്ട് 2. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഫോളോ, സബ്സ്ക്രൈബ് ഫോർ മോർ കണ്ടന്റ്. ആൻഡ് ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ബൈ.